ഇന്ന് ഞാനൊരു സ്ഥാപനം പരിചയപ്പെടുത്തിയാണ്. സത്യാഹാര എന്നാണ് ഇതിൻ്റെ പേര്. എറണാകുളം പാലാരിവട്ടം തമ്മനത്താണ് പ്രവർത്തിക്കുന്നത്. ഏതായാലും എൻ്റെ ചില ആരോഗ്യ പ്രശ്നങ്ങളുടെ പരിഹാരം തേടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ ഒരുപാട് പരസ്യം ഇതിൻ്റെ കണ്ടിരുന്നു. ഈ സങ്കല്പം നേരത്തെ മുതൽ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എങ്കിലും അതിന് പറ്റിയൊരു ഇടം കണ്ടെത്തുന്നത് വളരെ ആവശ്യമായിട്ട് ഇപ്പോഴാണ്. ഞാൻ പാലായിൽ നിന്ന് വരികയാണ്. സത്യാഹാരയുടെ പരസ്യം യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം ഞാൻ കണ്ടു. എനിക്ക് പ്രകൃതി ജീവനത്തോട് പണ്ടേ താല്പര്യമുണ്ട്. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ തന്നെ പ്രഷറുണ്ട്, ഡയബറ്റീസ്, ഫാസ്റ്റിങ്ങിൽ 210 അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷനാണ് ഞാൻ ഇവിടെ സത്യാഹാരയിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നമുക്കിവിടെ കൺസൾട്ടേഷൻ ഉണ്ട്. നമുക്ക് ഫസ്റ്റ് പ്രൊഡക്ട്സ് നോക്കാം. ഇതൊക്കെ ഹണിയുടെ സെക്ഷനാണ്. ഓരോ പ്രോപ്പർട്ടീസ് ഉള്ള ഹണീസ് ആണ്. എല്ലാ അസുഖങ്ങൾക്കും ഹണിയൊന്നും എല്ലാവർക്കും പറ്റില്ല. ഇല്ല, പറ്റില്ല. അതിൻ്റെ മെറിറ്റ് അനുസരിച്ച്. ഈ മില്ലറ്റ് കേക്കൊക്കെ, മില്ലറ്റ് ലഡു എന്നൊക്കെ പറയുന്നത് ശരിക്കും നമുക്കിവിടെ സെയിലും കാര്യങ്ങളൊന്നും ഇല്ല. ഓർഡർ അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മില്ലറ്റ്സ് ആയതുകൊണ്ട് വേറെ ആർട്ടിഫിഷ്യൽ ആയിട്ട് കാര്യങ്ങളോ കെമിക്കൽസോ ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് ഷെൽഫ് ലൈഫ് വളരെ കുറവാണ്. കൂടി വന്നാൽ 2-3 ദിവസം. അതുകൊണ്ട് എത്ര ഓർഡർ ഉണ്ടോ ഓർഡർ അനുസരിച്ച് മാത്രമേ ഡയബറ്റീസിനൊന്നും അത് പറ്റത്തില്ല. അതൊന്നും നമ്മൾ സജസ്റ്റ് ചെയ്യാറില്ല. പിന്നെ നമ്മുടെ ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എല്ലാം നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെ ജീവിത ശൈലിയിലുള്ള ഒരു തെറ്റായ രീതി പരിശീലിച്ചുണ്ടായതാണ്. അപ്പോൾ ആ ശീലങ്ങളെല്ലാം എങ്ങനെ കറക്റ്റ് ചെയ്യാം, ഡയറ്റിലൂടെയും എങ്ങനെ കറക്റ്റ് ചെയ്യാന്നുള്ള അഡ്വൈസ് കൊടുത്ത് അതിനെ റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്ത് അവരെ കൊണ്ട് ആ ഗോൾ അച്ചീവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ സിസ്റ്റം. ഡയബറ്റീസ് സെൻഡ് ഡൗട്ട് ഡയബറ്റീസ് ക്യൂറബിൾ ആണോ? ഇൻക്യൂറബിൾ ആണെന്നാണ് എന്നോടൊരു ഫിസിഷ്യൻ പറഞ്ഞത്. പക്ഷേ അല്ല, അത് തീർച്ചയായും റിവേഴ്സിബിൾ ആണ്. ബട്ട് നമ്മൾ അതിനുള്ള എഫേർട്ട് എടുക്കേണ്ടി വരും. അത് ഡയറ്റിലായാലും ഫിസിക്കൽ ആക്ടിവിറ്റി ആയാലും ഒരേപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഡയറ്റ് ആൻഡ് എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതേ ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി അത് ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് റിവേഴ്സിബിൾ കണ്ടീഷൻ എത്താൻ പറ്റും. പച്ചക്കറിയെല്ലാം ഓർഗാനിക് ആണ്. നമുക്ക് വീക്കിലി 2 ദിവസമാണ് പച്ചക്കറി കൊണ്ടുവന്നത്, ട്യൂസ്ഡേയും ഫ്രൈഡേയും. നമ്മൾ ഓർഡർ അനുസരിച്ചിട്ടാണ് കൊണ്ടുവന്ന് വെക്കുന്നത്. വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്താകും. ഇത് ഓർഗാനിക് ആയതുകൊണ്ടിട്ട് ഷെൽഫ് ലൈഫ് കുറവാണ്. മൺപാത്രങ്ങൾ നമ്മൾ നാച്ചുറോപ്പതിയുടെ ആ ഒരു രീതിയിലുള്ള പരിശീലനമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. നമ്മൾ കൂടുതലും വീടുകളിൽ നോൺ സ്റ്റിക്ക് വെയേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നമുക്കെല്ലാം അറിയാം നോൺ സ്റ്റിക്ക് എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഹീറ്റ് കൂടുതലായ അതിൽ നിന്ന് കെമിക്കൽ എമിഷൻ ഉണ്ടാവും എന്നുള്ളത്. എങ്കിലും നമുക്ക് എന്താ പറയുക, കാര്യങ്ങളെല്ലാം പെട്ടെന്ന് സാധിക്കാൻ വേണ്ടിയിട്ടല്ലേ, കുക്കിംഗ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ മാക്സിമം ഇവിടുന്ന് സജസ്റ്റ് ചെയ്യുന്നത് മൺപാത്രങ്ങൾ, അതുപോലെ സ്റ്റീൽ പാത്രങ്ങളൊക്കെയാണ്. വെള്ളം വെക്കാനൊക്കെ അത് വാട്ടർ ബോട്ടിലാണ്. കപ്പ് കൊള്ളാലോ. അതെ അതെ, സെറാമിക് കോട്ടിങ് അകത്തുണ്ട്. അതിന് 2 ടൈപ്പാണ്, ഒന്ന് പ്ലെയിൻ ആയിട്ടുള്ളതും പിന്നെ ഒന്നല്ലാതെ. വെള്ളം കുടിക്കാനും. അതെ അതെ, ചായക്ക് എടുക്കാം, കോഫി ഒക്കെ ആയിട്ട് എടുക്കാം. നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണ്ടേ? ഇത് നമ്മുടെ പുട്ടുകുറ്റിയാണ്. അത് മുള കൊണ്ടുള്ളതാണ്. അത് ട്രൈബ്സിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നതാണ്. ട്രൈബ്സ് ആണ് അത് ചെയ്യുന്നത്. പഴയ കാലത്തിന്റെ ഓർമ്മകൾ. അതെ. പിന്നെ നമ്മുടെ കൺസൾട്ടേഷൻ സ്പേസ് ഇവിടെ ആണ്. അതിന്റെ സെക്ഷൻ ഇവിടെ. സാർ ഇവിടെ ഇരിക്കും. നാല് കാര്യങ്ങളിലാണ് നമ്മൾ പ്രധാനമായിട്ടും ചേഞ്ചസ് വരുത്തേണ്ടത്. ഒന്ന് നമ്മുടെ തിങ്കിങ് പാറ്റേൺ. നമുക്ക് ഭക്ഷണത്തെക്കുറിച്ച് ഒരുപാട് മിഥ്യയായിട്ടുള്ള ധാരണകളുണ്ട്.
അതായത് ഇപ്പം നമ്മുടെ ടേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ വീടുകളിൽ ശീലിച്ചു പോന്നിട്ടുള്ള ആ ഒരു നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയിരുന്ന ഒരു ട്രെയിനിങ്. ഇപ്പം ഭക്ഷണമാണെങ്കിൽ ആവശ്യമുള്ളത് കൂടുതൽ. ഇപ്പം നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓരോരുത്തരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മീൻസ് അത് പലർക്കും പല രീതിയിലാണ്. കൂടുതലും ആളുകൾ ഒരു സെഡൻറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിറ്റിംഗ് പൊസിഷനിൽ ഇരുന്നുള്ള ഒരു വർക്ക് ഹാബിറ്റ് ഉള്ളവരായിരിക്കും. പക്ഷേ നമ്മുടെ ഭക്ഷണ രീതി എന്ന് വെച്ചാൽ അതിന് യോജിച്ചതല്ല. ശരീരത്തിന് എത്രമാത്രം എനർജി ആവശ്യമുണ്ടോ അതിന് മാത്രമുള്ള ഭക്ഷണം നമ്മൾ എടുക്കേണ്ടതുള്ളൂ. രണ്ടാമതായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബൈയിങ് പാറ്റേൺ, അല്ലെങ്കിൽ നമ്മളൊരു ഭക്ഷണം വാങ്ങുന്നത്. ഇപ്പോൾ സാർ മുമ്പേ പറഞ്ഞു നമുക്കിവിടെ ഓർഗാനിക് പ്രോഡക്റ്റ്സ് ആണല്ലോ, പൾസസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഓർഗാനിക്സ് ആണല്ലോ ഉള്ളതെന്ന്. തീർച്ചയായും നമുക്ക് എത്ര ഷോപ്പുകൾ എടുത്താൽ കാണാൻ പറ്റും ഇതുപോലെ ഓർഗാനിക് പ്രോഡക്റ്റ്സ് കിട്ടുന്നത്. അവർ പറഞ്ഞാലും നമുക്ക് അതിനകത്ത് വിശ്വസനീയമാണോ? അല്ല. അതാണ്. അപ്പം അങ്ങനെ നമുക്ക് വിശ്വസനീയമായ രീതിയിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ഫാമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്ത് ഒരു ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ഉള്ളവരിൽ നിന്ന് നമ്മളിവിടെ നിന്ന് പ്രോഡക്റ്റ്സ് വാങ്ങിച്ച് വെച്ച് നമ്മളത് സെല് ചെയ്യുന്നു എന്നുള്ള. പിന്നെ കുക്കിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ നോൺ സ്റ്റിക്ക് വേവേഴ്സ്, അതല്ലെങ്കിൽ അലുമിനിയം പാത്രങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെ എന്ന് വെച്ചാൽ അതിനകത്ത് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. ഫുഡ് കുക്ക് ചെയ്യുമ്പം ഹീറ്റിൻ്റെ ആ ഒരു റിയാക്ഷൻ, ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുകയും അത് പല ടോക്സിൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാനും കാരണമാകും. അപ്പോൾ അങ്ങനെയുള്ളതിനെയൊക്കെ മാക്സിമം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലേ പോലുള്ള ക്ലേ ബോട്ടിൽസ് അല്ലെങ്കിൽ ക്ലേ പോട്ട്സുകളൊക്കെ മാക്സിമം നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ഈറ്റിംഗ് പാറ്റേൺ, അതായത് ഇപ്പം കൂടുതലും നമ്മൾ ആളുകളിൽ കാണുന്നതാണ് TV കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കുക, മൊബൈൽ യൂസ് ചെയ്ത് ഫുഡ് കഴിക്കുക. അവർ ഫുഡ് കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ രുചി എന്താണെന്ന് പോലും അവർ അറിയുന്നില്ല. അതല്ല എങ്കിൽ വേറൊന്നെന്ന് വെച്ചാൽ ഇപ്പം ഒരുപാട് നേരം സിസ്റ്റത്തിന് മുന്നിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, ആ ആൾ കറക്റ്റായിട്ട് ഒരു ടൈമിനകത്ത് ഫുഡ് എടുക്കാൻ പറ്റുന്നില്ല. എടുക്കുന്ന ഫുഡാണെങ്കിൽ ശരീരത്തിന് വേണ്ടാത്ത ജങ്ക് ഫുഡ്സോ അങ്ങനെ. ഇപ്പം കൂടുതലും സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസ് അങ്ങനെയാണ്. അവർക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ളതിനെ അവർ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ പോലെയാണ്, ആക്ടിവിറ്റി ഇല്ല, വേണ്ടാത്തതാണ് നമ്മൾ കഴിക്കുകയും ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ആ രീതികളെ എല്ലാം കറക്റ്റ് ചെയ്ത് എങ്ങനെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യാം എന്നുള്ളൊരു പരിശീലനമാണ്, ഒരു ക്ലാസ്സാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. എറണാകുളത്ത് വരാനും പാലാരിവട്ടം തമ്മനത്തുള്ള ഈ സ്ഥാനത്ത് എത്തിയതുമൊക്കെ ഒരു നിമിത്തമായിട്ട് എനിക്ക് തോന്നിയാണ്. ഞാൻ ഈ പ്രകൃതി ജീവനം എന്നുള്ള കൺസെപ്റ്റ് വളരെ നേരത്തെ തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നെങ്കിലും അത് ഫോളോ ചെയ്ത് പോകാനായിട്ട് പലപ്പോഴും പറ്റിയിരുന്നില്ല. ഞാൻ ഫോളോ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അതിനെ പറ്റിയൊരിടം ഈ മില്ലറ്റ്സ് പോലുള്ള ആഹാരം അതിനുള്ള പാക്ഡ് മെറ്റീരിയൽസ് കിട്ടുന്ന ഇടം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അറിയുമായിരുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും സത്യാഹാരത്തിലെത്തിയത് തീർച്ചയായിട്ടും എനിക്ക് ഇപ്പം എന്നെ ബാധിച്ചിരിക്കുന്ന അസുഖങ്ങൾ ഭേദമാകാൻ ഇടയാകും എന്നെനിക്ക് ഉറപ്പുണ്ട്.